വാഹനമോടിക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. നിയമപരമായി അത് തെറ്റാണ്. മറ്റുള്ളവരുടെ ജീവനും ആപത്താണ്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും ഒരു സ്റ്റിയറിംഗ് ഉണ്ടാക്കി. അത്ര പെർഫെക്റ്റ് ഒന്നും പറയാനൊന്നും പറ്റില്ല, എന്നാലും ഒരു പഴയൊരു മൗസ്, പൊട്ടിപ്പോയൊരു മൗസായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ച് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വയറിങ് ഒരു ലൈറ്റ് കാണുന്നുണ്ട്, അതാണ് ആ മൗസാണത്. അതിങ്ങനെ ഒരു കവറൊന്നും വെച്ചിട്ടില്ല, ഒരു ആഷ്യൻ പാൻസിനോടൊപ്പമൊക്കെയാണ് അതിലൂടെ. ഇത് പഴയൊരു ടി വിയുടെ ബാക്കിലുള്ള സബ് വൂഫറിൻ്റെ ഇതായിരുന്നു, ബാസ് ബ്ലാസ്റ്റർ. അത്യാവശ്യം നല്ല സാധനമായിരുന്നു, പക്ഷേ വർഷങ്ങളോളം വെറുതെ കിടക്കുന്നുണ്ട്. സ്പീക്കറൊക്കെ പോയായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ എടുത്താണ്. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ്. അപ്പോൾ ജസ്റ്റ് ഞാൻ തിരിക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ തിരിക്കുന്ന അനുസരിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഗിയർ ബോക്സ് ഒന്നും റെഡി ആയിട്ടില്ല. ക്ലച്ചും ആക്സിലേറ്ററും ബ്രേക്കൊക്കെ ഉൾപ്പെടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിലവിലിപ്പോൾ ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ, അത് പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരിയാവുന്നതേ ഉള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് തരാം. അപ്പോൾ ഇത് പഴയൊരു SMPSൻ്റെ ഇതാണ്. ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നത്, ഇത് നമ്മുടെ ഒരു പഴയ DVD-യുടെ പഴയ CD-ROM-ൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ശരിയാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ മൗസിൽ നിന്നല്ല ഇതിൻ്റെ ഈ ആക്സിലേറ്ററും ബ്രേക്കും കൊടുത്തിരിക്കുന്നത്. പഴയൊരു കീബോർഡിൻ്റെ, അതും ഇതുപോലെ തന്നെ തകർന്നു പോയതാണ്. ഉറുമ്പ് കയറി കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ എല്ലാം ചീത്തയായിപ്പോയി. അപ്പോൾ പിന്നെ എടുത്ത് വെറുതെ വെച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ ആവശ്യം വന്നു. ആ കീബോർഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഗിയർ ബോക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒത്തിരി പേര് നമ്മുടെ ജോയ്സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ജോയ്സ്റ്റിക്ക് നിലവിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ജോയ്സ്റ്റിക്ക് ഇല്ല. അപ്പോൾ പഴയ കീബോർഡും മൗസും തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാധനം അല്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൗസ് വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ ആ മൗസ് അനങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിയറിംഗ് ഇവിടെ തിരിയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഇത് ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി ജസ്റ്റ് ഒന്ന് മൂവായി നോക്കാം. ഇത് ചാലക്കുടി തൃശ്ശൂർ ഭാഗത്തോടുള്ള വണ്ടിയാണ്. KSRTC കാണുന്നുണ്ടല്ലോ അല്ലേ. ചാലക്കുടി തൃശ്ശൂർ ആമ്പല്ലൂർ ഫാസ്റ്റ് പാസഞ്ചറാണ്. പക്ഷേ ഞാൻ അത്ര പരിശീലിച്ചിട്ടില്ല ഇതിനകത്ത് ഓടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നു, ആക്സിലേറ്റർ അമർത്തുന്നു, സ്റ്റിയറിംഗ് തിരിച്ചൊന്ന് സ്റ്റാർട്ട് ആക്കും. ഓക്കെ, മാപ്പ് കാണുന്നില്ല. ഞാൻ ഇവിടെ ബസ്സിൻ്റെ സൗണ്ട് കിട്ടാൻ വേണ്ടി ഒരു മോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ KSRTC എല്ലാം മോഡലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ മാപ്പ് യൂസ് ചെയ്യുന്ന ICRF റീവർക്കഡ് മാപ്പിലാണ്. നമുക്ക് ജസ്റ്റ് സൈഡൊന്ന് നോക്കിയേക്കാം. ഇത്ര സൈഡ് വരത്തുള്ളൂ. ഓക്കെ, ഒരു ബസ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയാം നമുക്ക്. ഓക്കെ, ആ സൈഡ് ഓക്കെയാണ്. തിരിക്കുന്നൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ? ഓക്കെ, ഓ നല്ല രസമുണ്ട് ഇതിൽ ഓടിക്കാനായിട്ട്. ഓക്കെ, ബ്രേക്കൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നൈസായിട്ടൊരു പാട്ടോടെ വെച്ച് നോക്കാം. തൃശ്ശൂരായിട്ട് ഞാൻ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് തന്നെയാണ് വെച്ച് നോക്കുന്നത്. ചോറ ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം.
പാട്ടത്ര കേൾക്കുന്നില്ല. ഓക്കെ, കുറേ തരത്തിലുള്ള മോഡുകളൊക്കെ നിലവിൽ അവൈലബിൾ ആണ്. നമുക്ക് മോഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഇതൊരു സ്റ്റാൻഡാണെന്ന് തോന്നണം. ജസ്റ്റ് ഈ സ്റ്റാൻഡിലൊന്ന് കയറിയിട്ട് പോവാം. വണ്ടി ഇട്ടങ്ങനെ കാണുന്നുണ്ടല്ലേ. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് നിർത്തിയെന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. മറ്റേ മോഡ് തന്നെ ഇടാം, അതൊരു രസമുള്ള മോഡ് ഇത്. പിന്നെ ഇതിൻ്റെ കീസൊക്കെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സിലേക്ക് തന്നെ ചെയ്യാനുണ്ട്. അത് കുറച്ച് സമയമെടുക്കും. അതും ഞാൻ ആക്ച്വലി ഈ പഴയ കീബോർഡിൻ്റെ ബോർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ കീസ് കിട്ടും അത് യൂസ് ചെയ്യാനുള്ള. ഇത്തിരി സ്പീഡ് കൂടിപ്പോയി, കുഴപ്പമില്ല. ഇതാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് വണ്ടി ഓടിച്ച് ചിലപ്പോൾ ഇടിക്കുമെന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. എന്തായാലും ഞാൻ ഈ പഴയ കീബോർഡിൻ്റെ തന്നെ നമുക്ക് അതിൽ ഒത്തിരി കീസ് ഉണ്ടല്ലോ. അപ്പോൾ ആ കീസ് മൾട്ടിമീഡിയ കീബോർഡും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എക്സ്ട്രാ കുറേ കീസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്തുകൊണ്ട് ഗിയർ ബോക്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സ്വിച്ചുകൾ, ഇൻഡിക്കേറ്റർ, ഹോൺസ് തന്നെ 2-3 ടൈപ്പ് ഹോൺസ് ഉണ്ട്. അതിലൊരു ഹോൺ ഇതാണ് ഞാനിപ്പോൾ ലോഡ് ചെയ്തേക്കുന്നത്, നോർമൽ ഹോണ്. പിന്നൊന്ന് ഇതാ ഒരു പ്രൈവറ്റ് ഹൗസ് ഹോണ്. ഇപ്പോൾ കണ്ട ബസ് ശരിക്കും തൃശ്ശൂർ, വയനാട് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടാക്കിയ മോഡ് കൊണ്ടാണ് അങ്ങനെയുള്ള ബസ്സുകളൊക്കെ വരുന്നത്. കാരണം അവിടെയുള്ള ആൾക്കാർ നല്ലപോലെ വർക്ക് ചെയ്തിട്ടാണ് ഈ മോഡുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കോഴിക്കോടിൻ്റെ മാപ്പൊക്കെ നെറ്റിൽ ഒരു ചേട്ടൻ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എറണാകുളത്തിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ആവുമോയെന്നറിയില്ല. കുറച്ച് എന്താ പറയുക, എൻ്റെ സിസ്റ്റത്തിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിലെ സിസ്റ്റത്തിൻ്റെ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാനത് അൾട്രാ ഗ്രാഫിക്സ് ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഫ്രെയിം റേറ്റ് എനിക്ക് 22 കിട്ടുന്നുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന Ryzen 5 അതിൻ്റെ തന്നെ 2400G പ്രോസസ്സറാണ്. അതിന് എൻ്റെ ഇൻറ്റേർണൽ GPU ആണ് യൂസ് ചെയ്യുന്നത്, Vega 11. അറിയാലോ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കുന്ന രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കീബോർഡിലുള്ള മറ്റ് കീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഗിയർ ബോക്സ്, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡിക്കേറ്ററുകൾ, ഹോൺസ്, പിന്നെ നമ്മുടെ ലൈറ്റ് മോഡുകൾ, വൈപ്പർ, പിന്നെ ഈ ക്യാമറ, ഓരോ ആംഗിളുള്ള ക്യാമറകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓവർടേക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ ബ്രേക്കൊക്കെ ഇത്തിരി ഞാൻ ഒന്ന് പഠിച്ചെടുക്കാറുണ്ട് ഇതെങ്ങനെയാണെന്നൊക്കെ. ഫസ്റ്റ് അറ്റംപ്റ്റാണിത്. കുറേ പേർ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഒരു കൊതി ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. എന്തായാലും നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് നമുക്കിത് കളിക്കും. കുറച്ചുകൂടെ വലിയ മോണിറ്ററൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും ഇത്. വണ്ടി 120 കയറുന്നത്, ഇത്രയും പോകണ്ട, ചിലപ്പോൾ ഇടിക്കും. എന്തായാലും KSRTC തന്നെ പറന്നാ പോണ സാധനം. സൈഡിൽ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് ബാലൻസ് അത്ര ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റിയറിംഗ് ഞാൻ കോൺഫിഗർ ചെയ്ത കറക്റ്റായിട്ടില്ല. എൻ്റെ സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. വേറെ KSRTC ഒന്നും കണ്ടില്ല.
ഞാൻ 2-3 മോഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മോഡ് കൊടുക്കുമ്പോൾ എൻ്റെ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ലിമിറ്റ് ജസ്റ്റ് ഒന്ന് പോയായിരുന്നു. അയ്യോ, എൻ്റെ സ്റ്റിയറിംഗ്. ഓക്കെ, നല്ല രസമുണ്ട്. എനിക്ക് ഇടതുവശത്തോട്ടൊന്ന് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, നല്ല പാടങ്ങളൊക്കെയാണുള്ളത്. എനിക്കിന്ന് ഇന്തോനേഷ്യ മാപ്പാണെന്ന് തോന്നുന്നത്. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തൊരു ബ്രൈറ്റ് ഹൗസ് ഫോണ്. റൈറ്റ് സൈഡൊക്കെ കയറിയാണ് പോണത്. മൊത്തം റോങ്ങാണ് പോണേ. ഗിയർ മാറണ സൗണ്ടൊക്കെ നല്ല രസമുണ്ട്. ഇത് ചെയ്ത ആരാണെങ്കിലും ശരി നല്ല വർക്ക് ചെയ്തേക്കുന്നത്. ഇതെന്താ വഴി ഇങ്ങനെ? ഓ, ചെക്കിങ് ആയിരുന്നു തോന്നുന്നു. വഴിയില്ല ഇങ്ങോട്ട്. മാപ്പം നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദിയുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക, പുറത്തൊന്നും ഇറങ്ങരുത്. അപ്പോൾ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ ഗൈസ്.